നമസ്കാരം, പൊട്ടക്കണ്ണനാണേ. നമ്മളുടെ കേരളം അതീവ സുരക്ഷിതമായ സ്ഥലമാണ് എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അത് കൊണ്ടുവന്നത് ഇടതുപക്ഷം ആണ് എന്ന് പറയുന്നതിലാണ് തെറ്റ്. അങ്ങനെ ഒരു സംഭവം നമ്മളുടെ ഒരു പുരാതന മിനിസ്റ്റർ പറയുന്നത് നമുക്കൊന്ന് കേട്ടാലോ? കാരണം മറ്റൊന്നുമല്ല, ഇനി ഇടതുപക്ഷത്തിന് അവർ ക്രെഡിറ്റ് വാങ്ങിക്കൊണ്ട് പോയാലും വേണമെങ്കിൽ നമുക്ക് പറയാം ഇടതുപക്ഷം ഭരണപക്ഷത്തിരിക്കുന്നത് കൊണ്ടാണ് അത് എന്ന്. കൃത്യമായ കാര്യം അത് തന്നെയാണ്. ഏതായാലും നമുക്കതൊന്ന് കേൾക്കാം, അല്ലേ? ഇവിടെ പള്ളി വിളിക്കുന്നില്ല, കേട്ടില്ലേ? ഇവിടെ ബാങ്കുവിളി നിഷേധിക്കുന്നില്ല. ഈ സുരക്ഷിതത്വം കേരളത്തിലുള്ളത് ഇടതുപക്ഷത്തിന്റെ കരുത്തിൽ തന്നെയാണ്. യെസ്, അതാണ് തള്ള്. ഇവിടെ പള്ളി പൊളിക്കുന്നില്ല, ഇവിടെ ബാങ്ക് വിളിക്കുന്നത് ആരും തടയുന്നില്ല. ഈ സുരക്ഷിതത്വം ഉള്ളത് ഇടതുപക്ഷം ഉള്ളത് കൊണ്ടാണ് എന്നാണ് പറയുന്നത്. എവിടെയാണ് പള്ളി പൊളിക്കുന്നത്, എവിടെയാണ് ബാങ്ക് വിളി നിഷേധിക്കുന്നത് എന്നുകൂടെ എക്സ് മിനിസ്റ്റർ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് നന്നായിരുന്നു. കാരണം അങ്ങനെ പറയാൻ നിങ്ങൾക്ക് കഴിയില്ല, കാരണം നിങ്ങൾക്കറിയാം അത് കള്ളമാണ് എന്നുള്ളത്. ഇനി ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നുകൂടെ നോക്കാം. നമ്മളുടെ സഖാക്കൾ എന്താണ് ഇതിനു വേണ്ടി ചെയ്തത് എന്ന് കേൾക്കുമ്പോഴാണ് അത് പൂർണ്ണമാകുക. കോഴിക്കോട് പേരാമ്പ്രയിൽ CPM പ്രവർത്തകർ പള്ളിക്ക് നേരെ കല്ലെറിഞ്ഞത് ലഹള ഉണ്ടാക്കാനെന്ന ഉദ്ദേശത്തോടെയെന്ന് പോലീസ്. നേരത്തെ കരുതിക്കൂട്ടിയാണ് CPM പ്രവർത്തകർ പള്ളിക്ക് നേരെ കല്ലെറിഞ്ഞത്. 20ഓളം CPM DYFI പ്രവർത്തകർ ആക്രമണത്തിൽ പങ്കെടുത്തു എന്നും FIR പറയുന്നു. അതാണ് തള്ള്, തീർന്നല്ലോ. ഇതാണ് വെറും തള്ള് എന്ന് പറയുന്നത്. ഇലക്ഷൻ വരുമ്പോൾ ഇങ്ങനെ ഒരുപാട് തള്ളുകൾ വരും. അതൊക്കെ വെള്ളം തൊടാതെ വിഴുങ്ങാൻ നമ്മൾ മലയാളികൾ വോട്ടർമാർ തയ്യാറാണ്. അതുകൊണ്ടാണ് ഇടതുപക്ഷം വീണ്ടും വീണ്ടും വരുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത CPM ബ്രാഞ്ച് സെക്രട്ടറിയും മുൻ SFI ജില്ലാ നേതാവുമായ അതുൽദാസിനെ പേരാമ്പ്ര കോടതി റിമാൻഡ് ചെയ്തു. യെസ്, അതുൽദാസിനെ റിമാൻഡ് ചെയ്തു. ഓക്കെ, അപ്പം ചെയ്തതാരാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലായല്ലോ. എന്നിട്ടാണ് കുത്തിയിരുന്ന് ഈ തള്ളുന്നത്. എൻ്റെ അമ്മച്ചി, സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. പൊട്ടക്കണ്ണനാണേ, ഇതുപോലെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ചോണ്ട് വരും.